എനിക്കുണ്ടല്ലോ അപ്പോൾ കുറച്ചായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് കണ്ടാലും അത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഒപ്പം കൂടി കൂടി എൻ്റെ അല്ലുമോനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനും ഓനും കൂടി 2 ദിവസം മുമ്പ് കണ്ടതാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ പേര് ഷവർമ്മ സമൂസ എന്നാണ്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ചിക്കൻ ഇതുപോലെ ഒന്ന് മസാല ഒക്കെ തേക്കണം കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, നാരങ്ങൻ്റെ നീര്, തൈര് ഉണ്ടെങ്കിൽ അത് ചേർക്കട്ടെ. എൻ്റെ അടുത്ത് തൈര് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കട്ടെ. ഞാനിവിടെ ഒരു 12 സമൂസൻ്റെ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സെറ്റാക്കി ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചിക്കി പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതൊരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ വേറെ വേണം കേട്ടോ. ഷവർമ്മയ്ക്ക് സാധാരണ നമ്മൾ കൂട്ടുമല്ലോ, വലിയ സവാള, പിന്നെ കാബേജ്, ക്യാരറ്റ്, മല്ലിയില, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മയോണൈസും വേണം. മയോണൈസ് ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മയോണൈസ് ഭയങ്കര ലൂസായിപ്പോയി. ഞാൻ എപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയാലും അങ്ങനെ ലൂസാവും. എന്താ അതിൻ്റെ ഗുഡൻസ് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ അത് നേരാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ഞാൻ കുറേ വട്ടം പരീക്ഷിച്ച് പാളിപ്പോയി. അപ്പോൾ ആ സംഭവം വിട്ടു. എന്തായാലും ഉണ്ടാക്കിയത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. മയോണൈസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. മയോണൈസൊക്കെ കുറച്ചുകൂടെ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്. പിന്നെ ഈ സമൂസൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, ഇത് മടക്കാനും എനിക്കറിയില്ല. എന്തായാലും ആകെക്കൂടെ എന്തായാലും ഉണ്ടാക്കാൻ നിന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി. ഈ റമദാനിൽ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ സമൂസൻ്റെ ഷീറ്റ് മടക്കൽ. എനിക്ക് റമദാനിൽ സമൂസ വേണം, അതേപോലെ ബത്തക്കയും വേണം. ഇത് രണ്ടും മസ്റ്റാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കലുണ്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഷേപ്പാക്കി ഞാൻ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഈ ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ കിട്ടിയിരിക്കണെന്നാണ് എൻ്റെ ഒരു ഇത്. കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ എണ്ണയിലൊക്കെ ഇട്ടുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകാണ്ട് നിന്നു. ഇതിൻ്റെ ഇടയിൽ ആദ്യം 2 പൊരിച്ചത് കരിഞ്ഞു പോയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അല്ലുമോനും അവസാനം ഭയങ്കര തിരക്കിയിരുന്നു. ഓരോ കുറച്ച് നേരം നോക്കിയിരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 2 നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഞാൻ അതൊക്കെ തന്നെ കണ്ണും നട്ട് നോക്കിയിരുന്നതുകൊണ്ട് നല്ല അസലായിട്ട് കിട്ടി. അങ്ങനെ സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ സാധാ സമൂസൻ്റെ അത്ര വരില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ കമൻറ്റും അറിയിക്കുക.